സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. Hi, welcome to Dr. Wolf. അലിൻ ജോസ് പെരേര ഒരു മണ്ടനായി അഭിനയിക്കുകയാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മണ്ടനായിട്ട് അഭിനയിക്കുക ജീവിക്കാൻ വേണ്ടി ഇനി അഭിനയിക്കുവോ? അതും കൂടി രസമെന്ന് പറയാം. ഇനി ഈ ഒരു ഇന്റർവ്യൂക്ക് ശേഷം ഇനി അലിൻ ജോസ് പെരേര മണ്ടനായിട്ട് അഭിനയിക്കുവോ? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കോമാളിയാണിപ്പോ. സത്യം പറയുള്ളൂ. എന്തൊരു നീചനാണ് പാവോടാവൻ. അതൊക്കെ അറിയാല്ലേ കറക്റ്റ്. എന്നെ എന്റെ സുഹൃത്തുക്കൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അവന്മാർക്ക് നാണവും മാനവും മര്യാദയൊന്നും അറിയില്ലാന്നേ. വായി നോക്കികള് അതിന് താനെന്തിനെ കരയുന്നത്? ലൈഫിൽ സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഇപ്പോൾ പണം ലഭിക്കാറുണ്ട്. ഓൺലൈൻ മീഡിയ വഴി കിട്ടാറുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്തവരാണ്. കൺഫേമാ. കാരണം ആ അടിയിൽ വരുന്ന കമന്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. എന്നെ അറിയാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കൂടുതലും. കൺമുന്നിൽ നിന്ന് എന്നെ പലരും തെറി വിളിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. യെസ്, കൺഫേം. ഒരു ചേച്ചി വരെ തെറി വിളിച്ചിട്ടുണ്ട്. ഒരു ചേച്ചി തെറി വിളിച്ചിട്ടുണ്ട്. ചേച്ചിയാ? എന്തിനാ? ഞാൻ പണ്ട് സ്കൂട്ടർ ഓടിച്ചിട്ട് പോയ സമയത്ത് പുറകിൽ നിന്നിട്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായിട്ട്. വലിയ തെറികൾ അല്ല, നമ്മള് റോങ് സൈഡ് കയറിയിട്ടൊന്നും അല്ല. പുള്ളി ഓടി വന്നിട്ട് നീ പൊട്ടണില്ല എന്നൊക്കെ പറഞ്ഞ എന്തോ തെറി വിളിച്ച്. എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമച്ചറ്റ ഷണ്ടൻ. റിയെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് 100 വട്ടം. അല്ല, കല്യാണം കഴിക്കാനൊന്നും ഇഷ്ടമല്ല. പിന്നെ ജസ്റ്റ് ഫ്രണ്ട്. ഈ വയർ കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. കൂടി പറയാം. ഇങ്ങനെ പോയി എന്നാ നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഏതിലൊന്ന് പറയണം, യെസ്സോ നോയോ. ഈ വയർ കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. കുറയ്ക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. സമയമാകുമ്പോ ഞാൻ അതിന് പണിയെടുക്കും. ഇന്ന് ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ പണിയെടുക്കാൻ തുടങ്ങും. ആലോചിച്ചിട്ട് നിന്റെ അപ്പൻ വിശ്വസിച്ചു. എനിക്ക് സമൂഹത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു വിലയും ഇല്ല. പലപ്പോഴും ഇല്ല. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. ഇതൊക്കെ അറിയാല്ലേ, എന്നിട്ടും എന്തിനാ ഈ കോമാളിത്തരം കാണിക്കുന്നത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. ഞാനൊരു കോമഡി പീസാണ്. എനിക്ക് മുന്നിലല്ല, പക്ഷെ പലർക്കും. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതൊരു ഒന്നാന്തരം മറുപടി ആയിരുന്നു. കണ്ടോ, കൃത്യമായ മറുപടി തരാനും അറിയാം. എടാ, എന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ? ആരാ? അതാലോചിച്ച് സമയം കളയാതെ നമുക്ക് ബിസിനസ് ഉറപ്പിക്കാം. എന്റെ മുന്നിൽ ഞാനൊരു കോമഡി പീസ് അല്ല, മറ്റുള്ളവരുടെ മുമ്പിലാണ്. പോൺ ഫിലിംസ് കാണാറുണ്ട്. അലിൻ ജോസ് പെരേര പോൺ ഫിലിംസ് കാണാറുണ്ട്. നോ, ഇങ്ങനെ പറയാൻ ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നോ? കണ്ടിട്ടേ ഇല്ല ഇതുവരെ. എന്തിനാണ് അലിൻ ജോസ് ഇങ്ങനെ കള്ള പറയുന്നത്? ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. അതൊക്കെ ഇങ്ങനെ കള്ളം പറയുന്നത്? അതൊക്കെ എന്റെ കറക്റ്റായിട്ട് പറയാൻ പറ്റിയല്ല. ഇൻസ്റ്റയിൽ വരുന്ന എന്തെങ്കിലും വൾഗർ വീഡിയോസ് വന്നിട്ടുണ്ടാവും, കാണാറുണ്ടാവും. അല്ലാണ്ട് അല്ലാതൊന്നും കാണാറില്ല. Subscribe ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ.